ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, ആരോഗ്യം അറിവിലൂടെ, ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന ഈ വിഷയത്തിൽ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഔഷധങ്ങളുടെ രാജാവായി കണക്കാക്കുന്ന ആവണക്കിനെ പറ്റിയാണ്. യൂഫോബിയേസി സസ്യകുടുംബാംഗമാണ് ആവണക്ക്. ഇതിൻ്റെ ശാസ്ത്രനാമം റിസിനസ് കമ്മ്യൂണിസ് ലിൻ എന്നാണ്. വാതരോഗങ്ങൾക്കുള്ള ഉത്തമ ഔഷധം എന്ന നിലയിൽ സംസ്കൃതത്തിൽ വാതാരി എന്ന പേരുണ്ട്. കൂടാതെ കൈപ്പത്തി പോലെയുള്ള ഇലകൾ ഉള്ളതുകൊണ്ട് പഞ്ചാങ്കുലം, ഗന്ധർവഹസ്ത എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ബംഗാളി ഭാഷയിൽ ഈ സസ്യം ബെരന്ത എന്നും തെലുങ്കിൽ അമുൽ മുച്ചട്ടു എന്നും അറിയപ്പെടുന്നു. ആവണക്ക് ഒരു കുറ്റിച്ചെടിയാണ്. 2 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ വളരും. ആൺപൂക്കളും പെൺപൂക്കളും ഒരേ പൂങ്കലുകളിൽ കാണപ്പെടുന്നു. വിത്തു വീണാണ് തൈ കിളിർക്കുന്നത്. എണ്ണ ഉൽപ്പാദനത്തിനായും മറ്റും തമിഴ്നാട്ടിൽ ഇത് ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. ആവണക്കിൻ്റെ വിത്തിൽ ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന മാരകവിഷം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ എണ്ണയാട്ടുമ്പോൾ ഈ വിഷവസ്തു പിണ്ണാക്കിൽ തന്നെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് എണ്ണ ഔഷധമായി ഭവിക്കുന്നു. ആവണക്കിൻ്റെ വിത്തിൽ 40 മുതൽ 50% വരെ എണ്ണയുണ്ട്. കൂടാതെ പ്രോട്ടീൻ, പഞ്ചസാര ഇവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണ, വേര്, ഇല ഇവയെല്ലാം ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. വിഷമയമായതിനാൽ പിണ്ണാക്ക് വളമായി മാത്രമേ ഉപയോഗിക്കൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് നോക്കാം. ആവണക്കെണ്ണ വിരേചനം ഉണ്ടാക്കും. ആധുനികമായ പല വ്യവസായ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ ഈ എണ്ണ പ്രയോജനപ്പെടുത്താറുണ്ട്. മൃഗചികിത്സയിലും ആവണക്കെണ്ണ ഉപയോഗിച്ചു വരുന്നു. ഗർഭാശയ രോഗങ്ങൾക്കുള്ള ഔഷധമായ സുകുമാരഘൃതം ആവണക്കെണ്ണ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റിച്ചെടിയെ ആയുർവേദത്തിൽ ഭേദനീയ ഔഷധമായി കണക്കാക്കുന്നു. ഇതുകൂടാതെ ഇനിയും ഏറെ ഉപയോഗങ്ങളുണ്ട്. നിശാന്തത, പരുപഴുത്തു പൊട്ടുവാൻ, സന്ധികളിലെ നീരും വേദനയും കുറയുവാൻ, മലബന്ധം മാറാൻ, ഭക്ഷ്യവിഷബാധയകറ്റാൻ, ആർത്തവ ക്രമക്കേടിന്, വാതനീരിന്, നടുവെട്ടലിന്, പല്ലുവേദനയ്ക്കും നീരിനും, ഇങ്ങനെ എണ്ണമറ്റ ഉപയോഗങ്ങൾ. അത്രയും ശ്രദ്ധയും പരിചരണവുമില്ലാതെ ആവണക്ക് വളരുമെങ്കിലും പ്രധാന ഔഷധമായ എണ്ണ ഉൽപ്പാദനം ഒരു ചെടിയിലെ കായ കൊണ്ട് സാധ്യമല്ലാത്തതിനാൽ ആവണക്കെണ്ണ വിപണിയിൽ ലഭിക്കുകയെന്നത് ദുർലഭമാണ്. അതിനാൽ നാം ഇത് വീട്ടിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. പല കുഴമ്പുകളുടെയും പ്രധാന ഘടകമാണ് ആവണക്കെണ്ണ. വാതരോഗ സംഹാരി എന്ന നിലയിലുള്ള ആവണക്കിൻ്റെ ഔഷധ പ്രാധാന്യം എപ്പോഴും നമുക്ക് ഓർമ്മയിലുണ്ടാകണം. അല്പം ആവണക്കെണ്ണ വീട്ടിൽ കരുതുന്നത് കൊണ്ട് ഉപകാരം മാത്രമേ നമുക്കുണ്ടാകൂ. സസ്യങ്ങളുടെ പോഷക പ്രഭാവവും ഔഷധ പ്രഭാവവും ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള രാജപാതകളാകുന്നു. ഔഷധ സസ്യങ്ങളെ അറിയുക എന്നാൽ ആരോഗ്യകരമായ ജീവിതത്തെ അറിയുക എന്നാണർത്ഥം. നമുക്ക് ചുറ്റുമുള്ള അമൂല്യങ്ങളായ ഔഷധ സസ്യങ്ങളുടെ അത്ഭുതകരമായ രോഗശമന പ്രഭാവം മനസ്സിലാക്കി ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തി സംരക്ഷിക്കുവാൻ നാം സന്നദ്ധരാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് വിട പറയുന്നു. നന്ദി, നമസ്കാരം.